ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഓൾമോസ്റ്റ് തൊണ്ടയൊക്കെ അടിച്ചു പോയിട്ടിരിക്കുകയാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും കേട്ടോ. ഇത് കല്യാണ തലേന്ന്, അതായത് മെയ് 9 ഉണ്ടായിരുന്ന പരിപാടികളൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തൊരു വ്ളോഗ് പോലെ ആക്കിയേക്കുന്നത്. സോ സ്റ്റാർട്ട് ടു എൻഡ് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഒരു വ്ളോഗ് പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മെയ് 9 രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോഴിക്കോട് കണ്ണൂർ സൈഡൊക്കെ നമുക്ക് ഈ ഒരു ടെമ്പിൾ ഷൂട്ട് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ കസിൻസിനൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്നൊരു ഷൂട്ട് പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പോഴും അത് സ്റ്റിൽ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതെന്താണ് റീസൺ, എന്തുകൊണ്ടാണ് എന്നൊന്നും ഞാൻ ഇതുവരെ ചോദിക്കാനൊന്നും പോയിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലല്ല, എൻ്റെ ഇളാച്ചന്മാരുടെ ഒക്കെ കല്യാണത്തിൽ, അത് അച്ഛൻ്റെ അനിയന്മാരുടെ കല്യാണത്തിനൊക്കെ അമ്പലത്തിൽ പോയി ഷൂട്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ 1-2 ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെഡി ആവാൻ വേണ്ടി പോണത്. ഒരു 5:15 ഏപ്രിലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി മേക്കപ്പ്. ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു മിനിമൽ മേക്കപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ചൈതന്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റഗ്രാം ഐഡിയും താഴെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. ചൈതന്യ മേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഐഡി. അപ്പം ഞാൻ ഒരു റെഫറൻസ് പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2-3 വർഷം മുൻപേ നമ്മുടെ ദിയാകൃഷ്ണ ഒരു ഓണം ഫംഗ്ഷനാണോ വിഷു ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സെറ്റ് സാരിയല്ല, എന്തോ പാവാടയും ബ്ലൗസും ആ ഒരു രീതിയിലൊരു ലുക്കായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ വേറെ കുറേ മാറ്റങ്ങളൊക്കെ മാറ്റിയിട്ട് അതേപോലെ തന്നെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായി. സട്ടിലായിട്ടുള്ളൊരു ബേസായിരുന്നു, ഭയങ്കര മിനിമൽ ബേസായിരുന്നു. പിന്നെ അതിൽ കുറച്ച് നമ്മൾ അത്യാവശ്യം സ്മോക്കി അത് ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ മുടിയൊക്കെ നന്നായിട്ട് കേൾ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു എന്താ പറയുക, ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ടെമ്പിൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. അത് വൻ കോമഡിയാണ്. നമ്മളുടെ അടുത്ത് 6:30 എത്താൻ വേണ്ടി പറഞ്ഞാണ് നമ്മളുടെ മേക്കപ്പ് തുടങ്ങി. അത് എൻഡ് ചെയ്ത് വരുമ്പോഴേലും ഓൾമോസ്റ്റ് 7 മണിയായി. പിന്നെ അവിടെ എത്തുമ്പോഴേലും 7-7:15 ആയിട്ടോ. ആൻഡ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലത്തെ ആ ഒരു ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക, ഇല്ലെങ്കിൽ ആ ഒരു ഭംഗി ഉണ്ടാകത്തില്ല എന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് അവരെന്നെ നിർത്തി 11 മണി വരെ ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ലോകനാർക്കാവാണ്. മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, അവിടെയാണ് മിക്ക ഇതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ ടെമ്പിൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി ആംബിയൻസും അതേപോലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ അങ്ങനെ മിക്ക ടെമ്പിൾ ഷൂട്ടൊക്കെ അവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അവർ പറഞ്ഞ രീതിയിൽ കയറി വരുന്നു, തിരിച്ചിറങ്ങുന്നു, തിരിച്ചും കയറി വരുന്നു, തിരിച്ചിറങ്ങുന്നു, അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ അഭിനയമാണ് ഗൈസ്. അതായത് നമ്മൾ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് മെല്ലെ പയ്യെ നടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, പിന്നെ തൊട്ട് തലയിൽ വയ്ക്കുന്നു, ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒട്ടും വൈകാതെ തന്നെ ഞാൻ വീഡിയോസായിട്ടും ഷോർട്സും റീൽസും അതേപോലെ തന്നെ പോസ്റ്റൊക്കെ ആയിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായി. ഒന്നാമത്തെ മെയിൻ റീസൺ, നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് സമയം എടുത്തു. ബിക്കോസ് നമ്മൾ അത്യാവശ്യം ദൂരമാണ്, മാത്രമല്ല നല്ല രീതിയിൽ ട്രാവൽ ഉണ്ടായിരുന്നു പല കാരണങ്ങൾക്കും. അതായത് മാരേജ് രജിസ്ട്രേഷനും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടം തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാനിരിക്കുന്നത് അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. എവിടെയാണ് എന്താണെന്നൊക്കെ ഉള്ളതൊരു വലിയ സർപ്രൈസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എടുത്തിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വരാനുള്ള റീസൺ. എല്ലാവരും ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെയും നമ്മൾ അത്യാവശ്യം കുറച്ച് കസിൻസൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് ഈ വെള്ളയും വെള്ളി ഇട്ടിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് സായന്ത്. ഞങ്ങൾ +1 +2 ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവനാണ് അതായത് ഈ ഒരു ഹോൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഭയങ്കര വെൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നതൊക്കെയും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട്, പിന്നെ എന്തായാലും ആൾക്കാർ ചോദിക്കും ഇത് ഏതാണ് എന്താണെന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ പേജ് വന്നിട്ട് അസൂര ഇവൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞാനും കീർത്തിയും കൂടിയിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് MRI പോയി ഫുഡ് അടിച്ചു. പിന്നെ അങ്ങോട്ട് സമയമേ ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് 1 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്തുമ്പോഴേലും. പിന്നെ നമുക്ക് സെക്കൻഡ് ലുക്കിന് വേണ്ടിയിട്ട് മേക്ക് ഓവർ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അതിൻ്റെ ധൃതിയിലായിരുന്നു. അതിനാണെങ്കിൽ ഒട്ടും സമയം കിട്ടിയില്ല കേട്ടോ. ഇനി അറ്റയറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കത് ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന നീഡ്ലൂമാണ്. നമ്മുടെ നിശ്ചയത്തിന് ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ടീം തന്നെയായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ എന്തായിരുന്നു എൻ്റെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെയായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. സെയിം എന്താ പറയുക, ഞാനൊരു റെഫറൻസ് പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെയിം ആ ഒരു
രീതി തന്നെയായിരുന്നു ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ബ്ലൗസിൽ മാത്രമായിരുന്നു വർക്ക് വേണ്ടിയിരുന്നുള്ളൂ, ബിക്കോസ് അത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതേപോലെ വേറെ രീതിയിൽ ഇത് ടോട്ടലി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ബ്ലൗസിലായിരുന്നു കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നീഡ്ലൂം എന്നാണ് അവരുടെ പേജും എല്ലാം. ഞാൻ ഈ ഒരു ഹോൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി നമ്മുടെ ഈ ഓഡിറ്റോറിയം എവിടെയായിരുന്നു എന്നുള്ളത്. ഇത് വടകര അത്താഫി ഓഡിറ്റോറിയം ആയിരുന്നു. ആൻഡ് ഇത് ആർക്കെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 50-50 പറയത്തുള്ളൂ. ബിക്കോസ് എനിക്ക് കുറേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവിടെ. കാര്യം കോർഡിനേഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണത്തിന് അന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് റൂം കണ്ടപ്പോഴും ആകെ മൊത്തം തലയിട്ട് വീണ അവസ്ഥയായിരുന്നു. ഓൾറെഡി നമുക്ക് അത്യാവശ്യം കുറച്ച് ടൈമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ റൂം ഭയങ്കര മെസ്സായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ആരൊക്കെ ഉപയോഗിച്ച് വെച്ചേക്കുന്ന ബെഡ്ഷീറ്റായിരുന്നു. അതും വിരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. AC-യുടെ റിമോട്ട് ഇല്ല. റൂം ഒരു വൃത്തിയും മനയും ഇല്ലാത്ത. നമ്മൾ ഇപ്പം എന്തായാലും പൈസയും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വൃത്തിയും മനയൊക്കെ വേണമല്ലോ. അതൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് കുറേ ഇതല്ലാതെയും വേറെയും കുറേ പോരായ്മകളുണ്ടായിരുന്നു. സ്ലോട്ട്, അതായത് നമ്മളുടെ അടുത്ത് ബുക്ക് ചെയ്യുമ്പോഴേലും ഡേറ്റിൻ്റെ കാര്യം മാത്രമേ പറയത്തുള്ളൂ, സ്ലോട്ടിൻ്റെ കാര്യം പറയത്തില്ല. എന്തായാലും ബുക്ക് ചെയ്യുമ്പോഴേലും അന്വേഷിച്ച് മാത്രം ബുക്ക് ചെയ്യുക. എന്തായാലും നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 6 ആയിരുന്നു. പക്ഷേ എങ്കിൽ 5 ഒക്കെ ആപ്രിലും സ്റ്റാർട്ട് ചെയ്തു. ഓണായിട്ടുണ്ടായിരുന്ന 6 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയൊക്കെ ആ ടൈമിലൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഗംഭീരം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ ഡാൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പാട്ടൊന്നും ഇടാതെയാണ് ആഡ് ചെയ്തേക്കുന്നത്. ബിക്കോസ് കോപ്പിറൈറ്റ് ക്ലെയിം വരും ഗൈസ്. ഞാൻ പറ്റുവാണെങ്കിൽ വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ പറയാം, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനി ഈ സ്റ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്റ്റേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന സ്റ്റാർ ഇവൻസ് ആണ്, വടകരയുള്ള ടീംസാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും സായന്തും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇനി ഔട്ടാണ് വേണ്ട എന്നുള്ള രീതിയിൽ പലരോടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഫൈനലി ഇതിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം നല്ല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ഒരു സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും. അടിപൊളിയായിരുന്നു. സാധനം ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 3-4 ഡാൻസിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എന്നെയും കൊണ്ട് കളിക്കാൻ പറ്റിയില്ല ഗൈസ്. ഇതാണ് നമ്മളുടെ ഡാൻസ് ഗ്രൂപ്പ്. അവർ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷനിലാണ്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ആരാണ് തുടങ്ങാൻ വേണ്ടി പോകണം, ഇതൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഒരു ഈവനിങ് 6 ഒക്കെ ആയപ്പോഴും തന്നെ എനിക്ക് ആകെ കിളി പോയി. മൊത്തത്തിൽ ഭയങ്കര ടയറിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു എന്താ പറയുക, ഒട്ടും എനർജി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഭക്ഷണം കുറവായിരുന്നു 2-3 ദിവസമായിട്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാനൊരു ക്യാമിയോ റോളിൽ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് പോയിട്ടുണ്ടായി. അതിന് മാത്രമുള്ള എനർജി ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഏതെങ്കിലും കല്യാണം വരുന്ന പെൺപിള്ളേരുണ്ട്, അതായത് ബ്രൈഡ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഹെൽത്ത് നല്ല രീതിയിൽ ഉറങ്ങുക. കാര്യം കല്യാണ ദിവസങ്ങളൊക്കെ ആകുമ്പോഴേലും നല്ല രീതിയിൽ ഹെക്റ്റിക്കായിരിക്കും. നമ്മൾ തന്നെയാണ് ഫോക്കസ്. നന്നായിട്ട് ഡ്രെയിൻഡ് ആവും. ഒരു കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ചില സമയം അവിടെ നടന്നെന്ന് വരത്തില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക, പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുക. എല്ലാം എനിക്കും അറിയാമായിരുന്നു. പക്ഷേ അതിനുള്ള സമയവും സാവകാശവും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. സൈദാണ്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ തവണയാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മീറ്റപ്സോ ഇവൻസോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. വന്നതിന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലതും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, വരുന്നുണ്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് എൻ്റെ എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഫൈനലി ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അവൻ എനിക്കൊരു കുട്ടി ഗിഫ്റ്റൊക്കെ തന്നായിരുന്നു കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു 8-8:30 ആപ്രിലും ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരം പരിപാടിയായിരുന്നു ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ബാക്കിയുള്ള ആൾക്കാർ എക്സ്പെക്ട് ചെയ്തതിലും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് തകർത്ത് തന്നെ കളിച്ചിട്ടുണ്ടായി. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സാധനം, അതായത് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തായാലും റീൽസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഒറിജിനൽ സോങ് ഒക്കെ വെച്ചിട്ടുള്ളത്. അതല്ലാതെ ഒരു ലെങ്തി വീഡിയോ ആയിട്ട് തന്നെ ഒറിജിനൽ എസൻസോട് കൂടിയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് കൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവത്തില്ല. അതായത് 1-2 പാട്ടല്ല, മിക്ക പാട്ടും മൂവി സോങ്സ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണം കാണണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരു ചെറിയ റിസ്ക് എടുക്കാം. സെക്കൻഡ് ചാനലിൽ ഇതിൻ്റെ ഒരു ഒറിജിനൽ സോങ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ എല്ലാം കൂടെ സ്റ്റാർട്ട് ടു എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ കസിൻസാണ്. പലരും ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസിനൊക്കെ വേണ്ടിയിട്ട്. പലരും ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് ജസ്റ്റ് ഒരു തലേന്ന് ഹൽദിയുടെ അന്ന് വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു 9-ാം തീയതി കളിച്ചിട്ടുണ്ടായിരുന്നതാണ്. എല്ലാവരും
അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായി. എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് അല്ലാതെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു. മുമ്പിലിരുന്ന് ഞാനിങ്ങനെ സങ്കടത്തോടു കൂടി തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാനും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫൈനലി വയ്യാണ്ടായല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ അടുത്ത ദിവസം ആ ഒരു ഫുൾ എനർജിയോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കല്യാണത്തിൻ്റെ അന്ന് ഡാൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ അടിപൊളി എനർജറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടായി. ഇത് ഇവാനാണ്. അവനും ഡാൻസ് കളിക്കണം അതിയായിട്ടുള്ള ആഗ്രഹം. ലാസ്റ്റ് മിനിറ്റിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ സ്കൂളിൽ കളിച്ചിട്ടുണ്ടായിരുന്ന സെയിം പാട്ടും ഡാൻസും കൂടെ ആ ഒരു പാട്ട് വെച്ചിട്ട് അവൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായി. എന്തായാലും ഇനി നമ്മളുടെ നെക്സ്റ്റ് ഒരു 2-3 ദിവസത്തിൽ നമ്മുടെ കല്യാണം വ്ളോഗ് വരുന്നതായിരിക്കും. റിസപ്ഷൻ വ്ളോഗ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒത്തിരി വ്ളോഗ് ഉണ്ട്. എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.